തമിഴ്നാട് കള്ളക്കുറിച്ചിയിലുണ്ടായ വിഷമദ്യ ദുരന്തത്തിൽ 38 പേർ മരിച്ചു. 104 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇതിൽ 14 പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് വിവരം. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും കള്ളക്കുറിച്ചിയിൽ എത്തിയിട്ടുണ്ട്. ഇക്ബാൽ അറക്കലാണ് ചേരുന്നത്. ഇക്ബാൽ, മുഖ്യമന്ത്രി സ്ഥലത്തെത്തിയിട്ടുണ്ടോ? വിലയിരുത്തൽ എന്തായി? രോഷ്നി, ഈ കള്ളക്കുറിച്ചി മദ്യ ദുരന്തം നടന്നിട്ടുള്ള മേഖലയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാനിപ്പോൾ ഉള്ള ഈ കരുണാപുരം കോളനിയിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. നിലവിൽ ഇതുവരെ 38 പേരാണ് ഈ വ്യാജ മദ്യം കഴിച്ചുകൊണ്ട് മരണപ്പെട്ടത്. ഇതിൽ 26 പേരും ഞാനിപ്പോൾ ഉള്ള ഈ കരുണാപുരം കോളനിയിലുള്ളവരാണ്. ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം അവരുടെ ബന്ധുക്കളെല്ലാം വിലപിക്കുന്നത്. ഇവർ എപ്പോഴും മദ്യം കഴിച്ചത്? நேற்று வந்துட்டாங்க சரக்கில் வந்து ஏதோ பாயசம் ஏதாவது வந்துருக்குறாங்க. இருந்த அதிகாரிகள்லாம் வந்து பார்த்துட்டு போயிருக்கிறாங்க. எப்போ ஆஸ்பத்திரி கொண்டு இருக்கீங்க? நேற்று கூட்டு போயிட்டு வந்து அங்கே ஜிஹெச்சில் மெடிக்கல் காலேஜில் முடியாதில்லை அப்படின்ட்டுக்கோசரம் பாண்டிச்சேரி ஜிக்மோர் ஆஸ்பத்திரிக்கு கூட்டு போயிருக்கிறோம். அங்கேயே வந்து போகிற வழியே வந்து அம்மா வந்து டெத் ஆகிட்டாங்க. அக்கா, யார் இந்த உங்களோட யாருது? எங்கள் தாய் மாமனோட பொண்டாட்டி இவங்க, எங்கள் அத்தை. நான் தான் கத்துறாங்களே, வழியில் துடிக்கிறாங்களே அப்படின்ட்டு நான் தான் அவங்க வீட்டுக்காருக்கு ஃபோனை பண்ணி நாங்கள் ஜிஹெச் அமுச்சு விட்டு அதுக்கப்புறமா தான் தெருவில் ஒருத்தரமாக டெத் ஆகுறாங்க. எதனால தெரில. அப்புறம் ஜிஹெச்லேருந்து மெத்தலான் வந்து கலந்துருக்குமா, அதனால தான் ஃபுட் பாய்சன் மாதிரி ஸ்லோவாக எல்லாருமே வந்து எதிர்ப்பு சக்தி இல்லாதவங்க உடனே ஸ்பாட்டாக வராங்க அப்படின்னு சொல்லிட்டு தாங்க சார் எல்லாமே எங்களுக்கு தெரிஞ்சது. அவங்க வித்தனால தான் சார் இவங்க செத்தாங்க, நோய் நொடியில் தான் சார் செத்தாங்க. 10 நாள் உடம்பு சரியில்லாத இருந்து செத்துனா கூட எங்களுக்கு மனசை தாந்துருங்க சார். இன்றைக்கி இவங்க வாசலில் உக்காந்துருப்போம், நாளைக்கு இல்லைன்னு எங்களை ஜீரணமாக என்றைக்கா இருந்தாலும் சாவு ஒரு நாள் வருதுங்க சார். இது திடீர்னு செத்தனால ஒரு ஊரையே சுடகாடு ஆகிட்டாங்க சார். இதுக்கு முழுக்க காவல்துறை இந்த கவர்மெண்ட்டும் பதில் சொல்லியே ஆகணுங்க சார். இதுக்கு என்னால் பேச முடியலைங்க சார் என்னால். രോഷ്നി, ഇതാണ് അവസ്ഥ. കരുണാപുരം കോളനിയിലെ 26 ജീവനുകളാണ് ഈ വ്യാജ മദ്യം കഴിച്ച് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇവർ പറയുന്ന കാര്യം പറയുകയാണെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സർക്കാർ കൃത്യമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ വ്യാജ മദ്യം വിൽക്കുന്ന ലോബികൾ ഇവിടെ പ്രവർത്തിക്കുമായിരുന്നില്ല. ഇവർ നൽകിയ ഈ മെത്തനോൾ അടങ്ങിയിട്ടുള്ള മദ്യം കഴിച്ചാണ് ഈ 26 ജീവനുകളും കരുണാപുരത്ത് നഷ്ടപ്പെട്ടുള്ളത്. മൊത്തം നമുക്ക് ലഭ്യമാവുന്ന വിവരപ്രകാരം 38 മരണമാണ് ഈ കള്ളുകുറിച്ചിൽ സംഭവിച്ചിട്ടുള്ളത്. ഈ ഒരു തെരുവ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കരുണാപുരം എന്ന് പറയുന്ന ഈ ഒരു സ്ട്രീറ്റാണ്. ഇവിടെ SC കുടുംബങ്ങളും ST കുടുംബങ്ങളും അടങ്ങുന്ന ഒരു തെരുവാണ്. മാരിയമ്മൻ കോവിൽ തെരുവ് എന്നെല്ലാമാണ് ഈ ST കുടുംബങ്ങൾ നിൽക്കുന്ന ഈ ഒരു തെരുവിനെ പറയുന്നത്. ഇവിടെ ഓരോ വീടിൻ്റെ മുന്നിലേക്ക് എത്തുമ്പോഴും ഓരോ മൃതദേഹങ്ങൾ അടുക്കി വെച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ അവിടെ നിന്നപ്പോൾ അവരുടെ ബന്ധുക്കൾ പ്രതികരിച്ചത് ഒരു സ്ത്രീയുടെ മരണമാണ്. ഇതിൽ ഒരു സ്ത്രീയും മരണപ്പെട്ടിരുന്നു. അവരുടെ മൃതദേഹത്തിന് അരികിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇവിടെ മറ്റൊരു വീടിന് മുന്നിൽ ഒരു മൃതദേഹം അടുക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ ഓരോ വീടുകളിലും മുന്നിലേക്ക് എത്തുമ്പോഴും ഓരോ മൃതദേഹങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കരുണാപുരം കോളനിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്.